ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാവ് ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് കുക്കറിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർക്കണം. കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം കോളിഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയും ചെറിയൊരു പോർഷൻ ക്യാപ്സിക്കവും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 3 മുതൽ 4 വിസിൽ വരുന്നവരെ നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചോ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചോ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഇത് കൂടുതൽ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് കുറച്ച് ബാക്കി വെച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കണം. നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനാണ് മാറ്റി വെച്ചത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം എരിവിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത്രയും മസാലയെ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ എക്സ്ട്രാ പാവ് ബജി മസാലയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊട്ടറ്റോ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി ചേർത്ത കാരണം എക്സ്ട്രാ ഫുഡ് കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ റെഡ് കളർ ചേർത്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണ്ടല്ലോ, അതും ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാവ് ബജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബണ്ണ് ഉണ്ടാക്കണം. ബണ്ണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബണ്ണ് 2ആയിട്ട് മുറിച്ച് കുറച്ച് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് പാവ് ബജി മസാലയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. മസാലയിലേക്ക് നമ്മൾ 2ആയിട്ട് മുറിച്ച ബണ്ണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബണ്ണും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൽ ബണ്ണ് വെച്ചിട്ടുണ്ട്. പാവ് ബജി മസാലയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ മാറ്റി വെച്ച ഉള്ളിയും നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മല്ലിയിലയും കൂടെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് പാവ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.